ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത് പോലെ സുരേഷ് ഗോപി വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം മന്ത്രി പി എം മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തുന്ന പ്രാഥമികമായ ചില നിരീക്ഷണങ്ങൾ നടത്തി കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ചെയ്യാനുള്ള ദൗത്യവുമായിട്ടാണ് സുരേഷ് ഗോപി വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. മുണ്ടക്കയിലും ചൂരൽമലയിലുള്ള ദുരന്ത മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിർദ്ദേശിച്ചതിൻ്റെ പിന്നാലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ചെറിയ രീതിയിൽ പനി ബാധിതനാണ് എന്നാണ് അദ്ദേഹം എന്നോട് വ്യക്തിപരമായി പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ കോഴിക്കോടെത്തി ഇന്ന് രാവിലെ തന്നെ വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ദുരന്തം പെയ്തിറങ്ങിയ സ്ഥലത്തൊക്കെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരിന് ഒരു പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മന്ത്രിമാരും സാങ്കേതിക വിദഗ്ധന്മാരും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിനായി വയനാട് സന്ദർശിക്കും എന്നാണ് ഇന്നലെ സുരേഷ് ഗോപി എന്നോട് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ അദ്ദേഹം വയനാട്ടിലുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസുമായി അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ചർച്ചയാണ് പ്രേക്ഷകർ തത്സമയം ഇപ്പോൾ കാണുന്നത്. ദുരന്ത മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായോ? സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നോ? എന്താണ് വിവരങ്ങൾ? SKN ഇന്ന് രാവിലെ കൽപ്പറ്റയിലേക്കാണ് സുരേഷ് ഗോപി. കൽപ്പറ്റ റെസ്റ്റ് ഹൗസിൽ അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസുമായി അല്പനേരം കൂടിക്കാഴ്ച നടത്തി. ഇനി ഇവിടെ നിന്നും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇറങ്ങുമെന്നുള്ള വിവരമാണ്. റെസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനുശേഷം ആദ്യം എത്തുക ചൂരൽമലയിലേക്കാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് കയറും. അതിനുശേഷം 11 മണിയോടുകൂടി മേപ്പാടിയിലെ മിലിറ്ററി ക്യാമ്പിലെത്തും. മിലിറ്ററി ക്യാമ്പിൽ സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. പിന്നീട് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കും. അതിനുശേഷം ഈ പൊതു ശ്മശാനത്തിൽ എത്തും. അതായത് സംസ്കാരം നടക്കുന്ന പൊതു ശ്മശാനം ഉണ്ട്, അവിടെ എത്തും. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകും. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് പോവുക. തുടർന്ന് ഉച്ചയോടുകൂടി മടങ്ങുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. BJP നേതാക്കളും പ്രാദേശിക BJP നേതാക്കളും അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. എന്തായാലും സുരേഷ് ഗോപി അല്പസമയം മുമ്പാണ് എത്തിയത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഈ ഒരു മറുപടി പറഞ്ഞത്. ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് എന്ന പ്രതികരണവും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സുരേഷ് ഗോപി പ്രാഥമികമായ വിലയിരുത്തൽ നടത്തിയതിനു ശേഷം ദുരന്ത മേഖലകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം കേന്ദ്ര സർക്കാരിന് വിവരങ്ങൾ അറിയിക്കും. അദ്ദേഹം എന്നിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് സൂചന. മാത്രമല്ല അദ്ദേഹം സൈനികരെയൊക്കെ കൂടി കാണുന്നുണ്ട്. ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്നും കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പൊതുവിലയിരുത്തൽ ഇപ്പം നടക്കത്തുള്ളൂ. നമുക്കിപ്പം എന്താണ് എന്ന് ഒക്കെ പറഞ്ഞ ഒരു കണക്കെടുപ്പ് ഇതിനകത്തുണ്ടല്ലോ. എന്തായാലും എല്ലാം നോക്കണം. ഇമ്പാക്റ്റ് ആദ്യം എന്താണെന്നുള്ളത് പഠിക്കണം. തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവണം. പുനരധിവാസം എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ട് ഈ ഒരു ആഘാതം ഏറ്റവർക്ക് ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിരിക്കും. മാനസികാഘാതം എന്ന് പറയുന്നത് എല്ലാം നോക്കണം. സംസ്ഥാന സർക്കാർ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം കേന്ദ്ര സർക്കാർ ഇല്ല, അതിൻ്റെ നിയമവശങ്ങളെല്ലാം പരിശോധിക്കണം. അത് വിലയിരുത്തും. എന്തായാലും കേന്ദ്ര സർക്കാരാണ് അത് വിലയിരുത്തേണ്ടത്. വിലയിരുത്തി ചെയ്യും. താങ്കളുടെ സന്ദർശനത്തോടു കൂടി അത്തരം ഒരു നിർദ്ദേശം കൂടുതലായിട്ട് അവിടെ മൊത്തം ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതായ എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട് എത്തിയിരിക്കുന്ന ദുരന്ത മേഖലകളൊക്കെ അദ്ദേഹം സന്ദർശിക്കും. ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണം എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ പൂർണ്ണമായും പരിശോധിക്കും. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ നടത്തിയിട്ടായിരിക്കും അന്തിമമായി ഇതിലൊരു തീരുമാനം എടുക്കുക. കാരണം ഇന്ത്യയിൽ തന്നെ ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിൽ മൂലം 221 പേർ മരിച്ചിരുന്നു. അതിനേക്കാളും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ചില മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ കാലിക
താൽക്കാലികമായി പരിഷ്കരിക്കണമെന്നാണ് 24-ന് പറയാനുള്ളത്. കാരണം ഇത്തരം ഉരുൾപൊട്ടലും ഇത്രയധികം മരണവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു കാലത്ത് ജീവിക്കുന്ന നമുക്ക് പഴയ കാലത്തുണ്ടാക്കിയ ഒരു നിയമം അതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വിലങ്ങുതടിയാണെങ്കിൽ ആ നിയമങ്ങൾ മാറ്റി എഴുതാൻ നമുക്ക് മനസ്സ് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.